നമ്മൾ ഇതേപോലെ ഒരു സൊല്യൂഷൻ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഒരു ബൗൾ എടുക്കാം. ഇനി അതിനകത്തോട്ട് വേണ്ടതെന്ന് വെച്ചാൽ വിനാഗിരിയാണ്. അപ്പോൾ നമുക്ക് പല്ലിയുള്ള സ്ഥലത്തൊക്കെ ഇത് വെച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ പല്ലി ശല്യമൊക്കെ ഒഴിവാക്കി കിട്ടും കേട്ടോ. അതേപോലെ നമ്മുടെ സിങ്കിനകത്തൊക്കെ ഇതൊന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് നിന്നൊരു ബാഡ് സ്മെല്ലൊക്കെ ഒഴിവാക്കി കിട്ടും. അപ്പോൾ വിനാഗിരിയുടെ അതേ അളവിൽ തന്നെ നമുക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി വേണ്ടത് നമുക്ക് ഫുൾ തൈലമാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ബക്കറ്റിനകത്ത് ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് തറയൊക്കെ തുടയ്ക്കാം. നല്ലൊരു മണം കിട്ടും. പ്രത്യേകിച്ച് ഉറുമ്പ് ശല്യമൊക്കെ ഒഴിവാക്കി കിട്ടും. അപ്പോൾ തറയിലൊക്കെ ഉറുമ്പ് അതേപോലെ തന്നെ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോയി കിട്ടും. നമ്മുടെ റൂമും ഹാളും എല്ലാം ഇത് വെച്ച് തുടയ്ക്കുകയാണെങ്കിൽ നല്ലൊരു മണം കിട്ടും. അതേപോലെ ഡൈനിങ് ടേബിൾ എല്ലാം, അതേപോലെ ഗ്യാസ് അടുപ്പിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഒന്ന് ടവൽ തൊട്ടിട്ട് ഇത് വെച്ചൊന്ന് തുടയ്ക്കുകയാണെങ്കിൽ നല്ലതാണ്. ആ ഒരു മണം അടിച്ചിട്ട് പല്ലി, പാറ്റ, ഈച്ച ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ടിപ്പാണ് ഞാൻ കാണിച്ചത്. വീട്ടിലുള്ള നിസ്സാര സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിടിലൻ ടിപ്സുകളാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ നമ്മൾ വെറുതെ കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കുട്ടികളുണ്ടെങ്കിൽ പോലും നമുക്ക് രാവും പകലും ഏത് സമയത്ത് വേണമെങ്കിലും ഈ ടിപ്പുകൾ നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. കുട്ടികൾ ഉണ്ടെങ്കിൽ പോലും ഇത് അലർജി പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാക്കാൻ സാധ്യതയില്ല. കാരണം വിനാഗിരിയും അതേപോലെ തന്നെ വെള്ളവും പിന്നെ അതിനകത്തോട്ട് ചേർക്കുന്നതെന്ന് വെച്ചാൽ ഫുൾ തൈലമാണല്ലോ. അപ്പോൾ അത് പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല. അപ്പോൾ നല്ലൊരു മണം കിട്ടുകയും ചെയ്യും. വീടാകെ നല്ലൊരു മണമായിരിക്കും. അതേപോലെ ഡൈനിങ് ടേബിളിൻ്റെ പുറത്തെല്ലാം ഇത് വെച്ച് തുടച്ചെടുക്കുക. അതേപോലെ നമ്മുടെ കബോർഡിനകത്തൊക്കെ ഇതൊരു കുപ്പിയിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതേപോലെ കിച്ചണിലും എല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഗ്യാസ് അടുപ്പിൻ്റെ മുകൾ ഭാഗത്ത് അതേപോലെ കബോർഡിനകത്ത് ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക.